ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ എല്ലാവർക്കും മഴയൊക്കെ? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇന്നലെ തലേദിവസം രാത്രി, ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേദിവസം രാത്രി നല്ല മഴ പെയ്തിട്ട് ഇതാക്കണ്ടോ, മുറ്റമൊക്കെ ആകെ നനഞ്ഞ, ചെടികളൊക്കെ മുഴുവൻ വെള്ളത്തിൽ കുളിച്ച് നിൽക്കായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും. ഇപ്പോൾ ഇതാ ഒന്ന് സൂര്യനൊക്കെ വന്ന് ഒന്ന് ചൂടൊക്കെ കിട്ടി എല്ലാവരും ഒന്ന് ഓക്കെയായി നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്താ ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് വന്ന് പിന്നെയും കുറച്ച് നേരം ഞാൻ കിടന്നായിരുന്നേ. എനിക്കൊരു ചെറിയ പെടൽ വേദന, കഴുത്ത് വേദനയൊക്കെ ആയിട്ടിരിക്കണേ. അപ്പോൾ 2 ദിവസമായിട്ട് കിട്ടിയൊരു അസുഖമാണ്. അങ്ങനെ അത് കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞതാ അടുക്കളയിലേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇന്ന് ദോശയും സാമ്പാറുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ആദ്യം പരിപ്പ്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് പച്ചക്കറി ഒന്നും വേണ്ട, ആകെ ഒരു തക്കാളി, വെണ്ടക്ക, ഇച്ചിരി ചുവന്നുള്ളി, ഇത് മാത്രം എടുത്തിട്ടുള്ളൊരു സാമ്പാറാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ വേഗം തന്നെ വെണ്ടക്ക നീളത്തിൽ അരിഞ്ഞെടുക്കുക, തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, പിന്നെ ഒരു പിടിയോളം ചെറിയുള്ളി എടുത്ത് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. പച്ചക്കറികൾ നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആവട്ടെ വേഗം തന്നെ. അപ്പോൾ ആവശ്യമുള്ള പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മല്ലിപ്പൊടി വേണം, പിന്നെ അത്യാവശ്യം മുളക് പൊടി വേണമെങ്കിൽ, എരിവ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. പിന്നെ സാമ്പാർ പൊടി വേണം. ഞാൻ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാട്ടോ എടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് ഈ പൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കായവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ പൊടികൾ മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് പിഴുപുളി പിഴിഞ്ഞ വെള്ളം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പില്ലേ, ആ പരിപ്പും അത്യാവശ്യം എന്തോരം വെള്ളമാണ് നമുക്ക് വേണ്ടത് ആ വെള്ളവും കൂടി ചേർത്തിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ സാമ്പാർ റെഡിയാവും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാനും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത അത്രയും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്നൊരു സാമ്പാറാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ദോശമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അവിടെ വെക്കാണ് കേട്ടോ. ഉടനെ ദോശ ഉണ്ടാക്കുന്നില്ല, എല്ലാവരും ഉറക്കല്ല, എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ വന്നിരുന്ന് TV കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് പാട്ടൊക്കെ ഇട്ടിരിക്കുമ്പോഴത്തേക്കും ഒന്ന് ഫ്രഷ് ആകുമല്ലോ, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആകുമല്ലോ. അങ്ങനെ ഞാൻ വന്ന് കുറച്ച് നേരം TV ഒക്കെ കണ്ടിരിക്കുമ്പോൾ ആ കണ്ണൻ എണീറ്റ് വന്നിട്ടുണ്ട്. എന്നാൽ ഓർത്ത് അവന് ഭക്ഷണം കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇത് ദോശ ഉണ്ടാക്കുകയാണേ. അപ്പോൾ എനിക്കും മരുന്ന് കഴിക്കാനുള്ള സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നാൽ അവരൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ആ സമയത്ത് ഉണ്ടാക്കാം. ഇപ്പം ഞങ്ങൾ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാനും അവനും കൂടിയുള്ള ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സാമ്പാറും കൂടി അങ്ങോട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ സാമ്പാർ. അപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ.